നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വേറൊരു കാര്യം പറയാൻ വന്നത്. മീൻസ് ഓരോ ദിവസം ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ വരാറുണ്ട് ഇടയ്ക്ക്. അപ്പം നമ്മളെല്ലാവരും ഷാംപൂ ഉപയോഗിക്കും, കണ്ടീഷണർ ഉപയോഗിക്കും. പക്ഷേ ഷാംപൂവും കണ്ടീഷണറും പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യാന്ന് പലർക്കും അറിയില്ല എന്നുള്ളത് നമ്മുടെ കസ്റ്റമർ, അതായത് നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് കൺസൾട്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാവാറുള്ളത്. പലരും നിങ്ങൾ ഷാംപൂ ഏത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കണ്ടീഷണർ ഏത് ഉപയോഗിക്കുന്നു പറയുമ്പോൾ പലരും രണ്ട് ബ്രാൻഡിലായിരിക്കും ഉപയോഗിക്കുക. ചിലർ പറയും ഷാംപൂ അതിൽ തന്നെ കണ്ടീഷണർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ഷാംപൂ ഉപയോഗിക്കും, അതിൽ കണ്ടീഷണർ ഉള്ളതാണ്, അതുപോലെ എന്ന് ചോദിക്കും. അതായത് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ക്ലീൻ ചെയ്യാനാണ്, ഹെയർ ആൻഡ് സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനാണ് ഷാംപൂ യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ ക്ലെൻസിങ് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഹെയറിലെ ക്യൂട്ടിക്കിൾ ഓപ്പൺ ആവുന്ന ക്യൂട്ടിക്കിളിനെ ക്ലോസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് കണ്ടീഷണർ ചെയ്യുന്നത്. സ്വാഭാവികമായും നമ്മൾ അത് ചെയ്യുമ്പോൾ ഷാംപൂ അതിൽ ഇൻക്ലൂഡഡ് ആണ് കണ്ടീഷണർ എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. കാരണം ഷാംപൂ സെപ്പറേറ്റ് ആയിരിക്കണം. ഈ ഓപ്പൺ ആക്കിയ ക്യൂട്ടിക്കിൾസിനെ ക്ലോസ് ചെയ്യാനാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഷാംപൂ കൊണ്ട് ഹെയർ വാഷ് ചെയ്യണം. നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം വെള്ളം ഒന്ന് സ്ക്വീസ് ചെയ്ത് കളഞ്ഞ ശേഷം ഹെയറിൽ മാത്രം, സ്കാൽപ്പിൽ കണ്ടീഷണർ ഇടരുത്, ഹെയറിൽ മാത്രം ടിപ്പ് വരെയും കണ്ടീഷണർ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വേണം നന്നായിട്ട് കണ്ടീഷണറും വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയ ക്യൂട്ടിക്കിൾ ക്ലോസ് ആവും. ഇപ്പൊ മനസ്സിലായില്ലേ ഷാംപൂവിന്റെ പർപ്പസ് എന്താണെന്നും കണ്ടീഷണറിന്റെ പർപ്പസ് എന്താണെന്നും. അപ്പോൾ നിങ്ങൾ നല്ല ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്തിട്ട് ഷാംപൂ അതേ ബ്രാൻഡിന്റെ തന്നെ കണ്ടീഷണറും സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഗുഡ് ഡേ.